ഇപ്പോൾ നമുക്കറിയാം UDF സർക്കാർ വന്നതിന് ശേഷം കേരളത്തിൽ ഏതൊക്കെ സർവകലാശാലകളുണ്ടോ ആ സർവകലാശാലകളിലൊക്കെ ഈ RSSൻ്റെ ആളുകളെ തിരികെ കയറ്റുന്നൊരു നടപടിയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ മുഖ്യമന്ത്രിയുടെ ഈ പ്രസ്താവന എത്രമാത്രം ശരിയാണ്? സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാനുള്ള ഗവർണറുടെ അജണ്ട, അദ്ദേഹം ചാൻസലറായി പ്രവർത്തിച്ചുകൊണ്ട് എല്ലാ സർവകലാശാലകളിലും BJP RSS അനുകൂലികളെ താക്കോൽ സ്ഥാനങ്ങളിൽ തിരികെ കയറ്റുന്നതിനുള്ള അദ്ദേഹത്തിൻ്റെ അജണ്ട വളരെ വേഗതയിൽ നടപ്പാക്കാനുള്ള പച്ചക്കൊടി കാണിച്ചാണ് UDF അവിടെ ഭരണത്തിലിരിക്കുന്നത്. പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ശ്രീ റോജി ജോൺ സ്ഥാനമേറ്റെടുത്ത് ആദ്യം നടത്തിയ പ്രസ്താവന ഗവർണറുമായി പോരിനില്ല, ഗവർണറുമായിട്ട് ഒത്തുതീർപ്പിൽ പോകുമെന്ന് തന്നെയാണ്. അപ്പോൾ അതെന്താണ് വ്യക്തമാക്കുന്നത്? ഈ കാവ്യവൽക്കരണ അജണ്ടയുടെ വക്താക്കളാണ് അവർ എന്നുള്ളതാണ്. ഇപ്പോൾ മെയ് മാസം അവസാനത്തിലാണ് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ റിട്ടയർ ചെയ്യുന്നത്. ഒരു ആൾ റിട്ടയർ ചെയ്യാനുള്ള ആ സമയത്തിന് എത്രയോ മുൻപാണ് പഴയ ഗവൺമെൻറ്റിൻ്റെ കാലാവധി അവസാനിക്കുന്നത്. ഫെബ്രുവരി അവസാനത്തോടെ ഞങ്ങളെല്ലാവരും തിരുവനന്തപുരം വിട്ട് മണ്ഡലങ്ങളിലേക്ക് മടങ്ങി. എലക്ഷൻ പ്രോട്ടോക്കോള് നിലവിൽ വന്നു. മെയ് മാസം 31 റിട്ടയർ ചെയ്യാൻ പോകുന്ന ഒരു വൈസ് ചാൻസലറുടെ നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ തുടർച്ച സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഞങ്ങൾ ഫെബ്രുവരി മാസത്തിൽ തന്നെ ഗവർണറെ അറിയിക്കുക? അപ്പോൾ അത് പഴയ ഗവൺമെൻറ്റിൻ്റെ തലയിലേക്ക് ഇതിൻ്റെ കുറ്റം ചാരാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രമിക്കുന്നത് അടിസ്ഥാനരഹിതമായ കാര്യമാണ്. അത് സാമാന്യ യുക്തിക്കോ ബുദ്ധിക്കോ നിരക്കുന്ന ഒന്നല്ല എന്ന് തന്നെയാണ് എനിക്ക് ആവർത്തിച്ച് പറയാനുള്ളത്. മാത്രമല്ല, സെനറ്റിൽ 19 പേരെയാണ് അവർ കേവലം BJP അനുകൂല സംഘടനകളുടെ പ്രവർത്തകരോ ഭാരവാഹികളോ ആണ് എന്ന കാരണത്താൽ ഗവർണർ നോമിനേറ്റ് ചെയ്തിട്ടുള്ളത്. അത് തീർച്ചയായും വളരെ മോശമായ ഒരു സ്ഥിതി ഉണ്ടാക്കും. കേരളത്തിലെ ക്യാമ്പസുകളുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് അതിൻ്റെ മതനിരപേക്ഷ സ്വഭാവമാണ്. എല്ലാ വിഭാഗം കുട്ടികളും പഠിക്കുന്ന കലാലയങ്ങളാണ്. ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾ വൻതോതിൽ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പഠിക്കുന്നുണ്ട്. അവരുടെ കൂടെ ജനാധിപത്യപരമായ അവകാശങ്ങൾ, അവസരങ്ങൾ ഇതെല്ലാം നഷ്ടപ്പെടാനിടയാക്കുന്ന നിലയിൽ ഭൂരിപക്ഷ വർഗീയതയുടെ അജണ്ട നടപ്പാക്കുന്ന ഇടമായിട്ട് സർവകലാശാലകളെ അധപ്പതിപ്പിക്കരുത് എന്ന് തന്നെയാണ് ആവർത്തിച്ച് പറയാനുള്ളത്. ആ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ മതനിരപേക്ഷ സ്വഭാവം കാത്തു സംരക്ഷിക്കുന്നതിന് മുഖ്യമന്ത്രിക്കും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കും ഉത്തരവാദിത്തമുണ്ട്. അത് അവർ നിറവേറ്റിയേ തീരൂ. ഈ ഗവർണറുടെ നേതൃത്വത്തിലാണ് ഈ RSSൻ്റെ ആളുകൾ ഇത്തരത്തിൽ കുത്തിത്തിരിക്കുന്നത് ഓരോ സർവകലാശാലയിലും. അപ്പോൾ ഇതിനെതിരെ പ്രതികരിക്കേണ്ട ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി ജോൺ യാതൊരു വിധത്തിലുള്ള പ്രതികരണവും നടത്തുന്നില്ല. എന്നാൽ മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ പുള്ളി പറയുന്നുണ്ട് ഈ RSS വൽക്കരണത്തെ യോജിക്കുന്നില്ല അല്ലെങ്കിൽ അതിനെ അനുകൂലിക്കുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഒരു ഇരട്ടത്താപ്പാണ്. അതായത് ഒരേ സമയത്ത് ഒരു വിഷയം പറയുന്നു, പിന്നീട് നേരെ വന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ അതങ്ങനെയല്ല എന്നുള്ള ഒരു ഇരട്ടത്താപ്പ്, അല്ലെങ്കിൽ പറയുന്നതൊന്ന് ചെയ്യുന്നത് വേറൊന്ന്. ആ നിലപാടാണ് ഇപ്പോൾ റോജി ജോൺ ചെയ്യുന്നത്. അതാണ് ഞാൻ നേരത്തെ വ്യക്തമാക്കിയത്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായി ഉത്തരവാദിത്തം ഏറ്റെടുത്ത ഉടനെ അദ്ദേഹം ആദ്യം നടത്തിയ പ്രസ്താവന ഗവർണറുമായി യുദ്ധത്തിനില്ല എന്ന രീതിയിലുള്ള പ്രസ്താവനയാണ്. ഗവർണറുമായിട്ട് യോജിച്ചു പോകുമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അത് തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ശ്രീ സതീശൻ്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള BJP RSS കോൺഗ്രസ് ഡീലിൻ്റെ തുടർച്ച തന്നെയാണ്. തെരഞ്ഞെടുപ്പ് വിജയത്തിലേക്ക് UDFനെ എത്തിച്ചിട്ടുള്ളത് ആ അവിശുദ്ധ ധാരണയാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഒരുപാട് മണ്ഡലങ്ങളിൽ BJPയുടെ വോട്ട് നേടിയാണ് UDF സ്ഥാനാർത്ഥികൾ ജയിച്ചിട്ടുള്ളത്. BJPയുടെ സംസ്ഥാന നേതാക്കൾക്ക് UDF മറിച്ചും കൊടുത്തിട്ടുണ്ട്. ആ അവിശുദ്ധ സഖ്യത്തിൻ്റെ തുടർച്ചയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. PM ശ്രീയുടെ കാര്യത്തിലായാലും ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ കാവ്യവൽക്കരണത്തിൻ്റെ കാര്യത്തിലായാലും യാതൊരുവിധ പ്രതികരണവും നടത്താതെ, പ്രതിരോധമോ പ്രതിഷേധമോ നടത്താതെ അതിനെ നിർബാധം മുന്നോട്ട് പോകാൻ അനുവദിക്കുന്ന നിലയാണ് നമുക്ക് ഇവരിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്.